ഒരു ഹിന്ദി സിനിമ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അതായത് മുക്കം പോസ്റ്റ് ദേവാച്കർ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സിനിമ. ഈ സിനിമ അത്യാവശ്യം നല്ലൊരു സിനിമയാണെങ്കിൽ പോലും ക്ലൈമാക്സ് ആണ് കൊള്ളാവുന്നത്. ലാഗാണ്, നല്ല രീതിക്ക് ലാഗിൽ പോണതാണ്. പിന്നെ ഭാഷാ വിഷയം നമുക്ക് നല്ലപോലെ ഉണ്ട്. നമുക്ക് ഒരു ഉൾനാടൻ ഹിന്ദിയാണ് നമ്മൾ പറഞ്ഞ, പ്രോപ്പർ ഇന്ത്യ ഹിന്ദിയല്ല, ഒരു ഉൾനാടൻ ഹിന്ദി, ഒരു ഗ്രാമപ്രദേശങ്ങളിൽ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ഒരു ഹിന്ദി. നമുക്കങ്ങനെ പെട്ടെന്ന് ഈ ഡയലോഗുകളൊന്നും അത്ര മനസ്സിലാകത്തില്ല. ശ്രദ്ധിച്ച് കേട്ടാൽ നമ്മൾ കേട്ട് മറന്ന കുറച്ച് ഹിന്ദി വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലാവുമെങ്കിൽ പോലും, പക്ഷേ ആൾമോസ്റ്റ് നമുക്ക് ആ ഒരു ഹിന്ദി അത്രയ്ക്ക് അങ്ങ് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരു പടമാണ്. സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന രണ്ട് കുട്ടികളുടെ സൗഹൃദവും ഒരു അച്ഛനുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. അമ്മയുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന അച്ഛനെ സ്നേഹിക്കുന്ന ഒരു കുട്ടി അച്ഛനെ എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ട് വരണമെന്ന് കരുതി ശ്രമിക്കുന്നൊരു ശ്രമമാണ് ഈ കഥയിൽ, സിനിമയിൽ പറയുന്നത്. ഒരു കുട്ടിയുണ്ട് ഈ സിനിമയിൽ, ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു ഭാരതമായിട്ട് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഇന്ത്യൻ സിനിമയിൽ ഞാൻ കാണുന്നുണ്ട്. ആ ഒരു കുട്ടി നന്നായിട്ടൊരു പെർഫോമൻസ് ഒക്കെ ചെയ്തതാണ് പറയേണ്ട. പിന്നെ മറ്റ് സഹതാരങ്ങളുടെ പെർഫോമൻസ്, പിന്നെ കോസ്റ്റ്യൂം ഡിസൈൻസ്, ക്യാമറ എഫക്റ്റ്, ഇതെല്ലാം നന്നാണ്. പക്ഷേ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്ത കണക്കാണ് കഥ പോണത്. എന്താണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ള ഒരു തീമിലേക്ക് എത്തിച്ചേർന്നൊക്കെ അവസാനം എത്തിച്ചേരുന്നത്. ഒരു പ്രോപ്പർ ഐഡിയ ഇല്ലാതെ എന്തൊക്കെയോ കുറച്ച് കാണിച്ചു വെച്ചിട്ട് പിന്നെ ഒരു മെയിൻ തീമിലേക്ക് പോകണ കണക്കാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒടുക്കത്തെ ലാഗടിയാണ്. ലാഗടി എന്ന് വെച്ചാൽ നമുക്ക് ഫാസ്റ്റ് ഇട്ട് കാണേണ്ടി വരും. പിന്നെ ക്ലൈമാക്സോടെ അടുക്കുമ്പോൾ പടം കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് മാറിയാണ്. ഈ കുട്ടികളെയൊക്കെ ഒരു പെർഫോമൻസൊക്കെ ആ ലെവലിൽ വെച്ച് നോക്കണമെങ്കിൽ സൂപ്പറായിരുന്നു. അങ്ങനത്തെ ഒരു പടം. ഒരു ഗ്രാമപ്രദേശം, രണ്ട് കുട്ടികൾ, സൗഹൃദം, അച്ഛനുള്ള സ്നേഹം, അങ്ങനെ പോവുകയാണ് കഥ. ചില മൊമെൻ്റൊക്കെ നമ്മളെ പിടിച്ചിരുത്തും, ചില മൊമെൻ്റൊക്കെ നമ്മളെ വിറപ്പിക്കും. ലാഗ്, ഒരുപാട് ലാഗായിപ്പോൾ ഈ പടം. ഹിന്ദി സിനിമ കണ്ട് ഒട്ടും ശീലമില്ലാത്തവർക്ക് ഇതൊക്കെ ഭയങ്കര ലാഗായിട്ട് തോന്നിപ്പോൾ. അല്ലെങ്കിൽ ഈ സിനിമ എന്താണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു തീം അവർ കുറച്ച് മുന്നേ കാണിച്ചിരുന്നെങ്കിൽ ഇത്ര ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തില്ലായിരുന്നു. ആൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ സിനിമ കുഴപ്പമില്ല. അവരുടെ ഒരു ഡയറക്ഷനും ആ ഗ്രാമീണ പശ്ചാത്തലത്തിൻ്റെ മേക്ക് ഓവറുകളൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഒരു സിനിമയിൽ ഇത്രയും ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു ഗ്രാമമൊക്കെ എടുത്തിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് മുക്കം പോസ്റ്റ് ദേവാച്കർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ലാഗാണെങ്കിലും ക്ലൈമാക്സ് കൊള്ളാമായിരുന്നു തോന്നിപ്പോയി. അതുകൊണ്ട് ഒരു വൺ ടൈം വാച്ചബിളായിട്ട് നമുക്കൊരു ഹിന്ദി സിനിമ കാണണമെങ്കിൽ മുക്കം പോസ്റ്റ് ദേവാച്കർ എന്ന് പറഞ്ഞ ഈ സിനിമ എടുത്ത് കണ്ടാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ആ ഒരു കാര്യം വെച്ച് കാണാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ കയറി കാണാൻ വേണ്ടി ശ്രമിക്കുക. ലിങ്കൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് മുക്കം പോസ്റ്റ് ദേവാച്കർ എന്ന സിനിമയുടെ റിവ്യൂ. പിന്നെ ഒന്നും അങ്ങോട്ട് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പോലും ഒന്നുമില്ല. ഞാൻ പറഞ്ഞ എലമെൻ്റ് തന്നെയുള്ളത് ഒരു ഗ്രാമീണ പശ്ചാത്തല കഥ, ഒരു അച്ഛനോടുള്ള സ്നേഹം, രണ്ട് കുട്ടികളുടെ സൗഹൃദം, ഇങ്ങനെ കാണിച്ച് പോകുന്ന ഒരു ഗ്രാമീണ പശ്ചാത്തല സിനിമ. ഇതാണ് മുക്കം പോസ്റ്റ് ദേവാച്കർ എന്ന സിനിമ. ഇത്രയുള്ളൂ പറയാനായിട്ട്.